വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് ടോപ്പ് ബോട്ടം റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്പ് ബോട്ടമിൻ്റെ കളക്ഷനാണ്. റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണും നെക്ക് പാറ്റേൺ ഒക്കെയാണ് കേട്ടോ. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.com സൈറ്റ് ഐഡി. പിന്നെ നമ്മുടെ നമ്പേഴ്സ് അറിയാമല്ലോ, 9562251075 and 8075551153. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് വേണം കോൺടാക്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലൊരു ഷെയ്ഡ് പറയാനാണെങ്കിൽ ഒരു ക്രീം ഷെയ്ഡ് എന്ന് പറയാം, ഒരു സാൻഡൽ ഷെയ്ഡ്. അതിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെൻ കലംകാരിയിൽ വരുന്ന പ്രിൻ്റില്ല, അതുപോലത്തെ ഒരു നല്ല രസമുള്ളൊരു പ്രിൻ്റ്, ഒരു ട്രഡീഷണൽ ടച്ച് തരുന്ന ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. പ്രിൻ്റാണ് ഇത്, ശരിക്കും ഇത് വീവിങ് അല്ല, പ്രിൻ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നെക്ക് പോർഷൻ കണ്ടോ, നെക്ക് സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വന്നിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള ടോപ്പാണ്, സീം അലവൻസ് ഇട്ട ചെയ്തേക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് പാൻ്റ് ആണ് പെരേതേക്കുന്നത്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് അറ്റയറാണ്. 1199 ആണ് റേറ്റ്. നിങ്ങൾക്ക് സിംപ്ലി വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് ആൻഡ് ബോട്ടം. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ്. നെക്ക് പാറ്റേൺ നല്ല ഭംഗിയുള്ള നെക്ക് പാറ്റേൺ, സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. 1199 ആണ് റേറ്റ്. സ്ലീവ്സിനുള്ള ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസിൻ്റെ. ബോട്ടം പോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് സ്ട്രെയിറ്റ് പാൻ്റാണ് പെയർ ചെയ്തേക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ലോങ് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. ഫിനിഷിങ്ങും സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത്. നല്ല രസമുള്ളൊരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നെക്ക് പാറ്റേൺ ആണെങ്കിലും നല്ല ഭംഗിയുള്ള, നല്ല ക്ലോസ്ഡ് നെക്ക്, നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു പാറ്റേൺ. 1199 ആണ് റേറ്റ്. വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ്. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സെമിലിയൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടമാണ്. ഇത് മിസ് 20 ബ്രാൻഡിലുള്ളതാണ്. നല്ല ഭംഗി, നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ്. 1679 ആണ് റേറ്റ് വരുന്നത്. സിമ്പിൾ നെക്ക് വന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ്. സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത്. വിത്ത് ലൈനിങ് ആണ്. സ്ട്രെയിറ്റ് പാൻ്റ് ആണ് പേര്. സ്ട്രെയിറ്റ് പാൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൂസ് ഫിറ്റിലാണ് ഈ ഒരു പാൻറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫിയാണ് വെയർ ചെയ്യാനായിട്ട്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫീസ് യൂസിനും അല്ലാതെ സിംപ്ലി വെയർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഭയങ്കര സോഫ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് കേട്ടോ. സ്ലീവ്സിനായിട്ട് ചെറിയൊരു സിമ്പിൾ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക് പോർഷനിൽ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പാറ്റേൺ. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റഡ് കുർത്തിയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് അല്ല, ഡാർക്ക് ഗ്രീൻ ആണ്. നല്ല രസമുണ്ട് അതിൻ്റെ ഒരു പാറ്റേൺ കാണാനായിട്ട്. ഫാബ്രിക് സോഫ്റ്റ് ഫിനിഷുള്ള സെമിലിയനാണ് വന്നേക്കുന്നത്. 1679 ആണ് റേറ്റ്. മിസ് 20 ബ്രാൻഡഡ് ആണ്. നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങിൽ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. വൺ സൈഡ് പോക്കറ്റ്സ് ബോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ബോട്ടം വന്നേക്കുന്നത് ചെറിയൊരു ലൂസ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഫാബ്രിക്കുമാണ് കേട്ടോ. ഇതുപോലെ നെക്ക് പാറ്റേൺ ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിലും അതുപോലെ തന്നെ 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഐറ്റം കൂടി കാണിക്കാവേ. ഈ ദുപ്പട്ട മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ദുപ്പട്ടയാണ്. ഇനിയിപ്പോൾ ഈസ്റ്റർ വരുന്നതുകൊണ്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഫാബ്രിക് വരുന്നതെന്ന് വെച്ചാൽ പ്യുവർ ക്രേപ്പിലാണ് വന്നേക്കുന്നത്. ഡയബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈ ചെയ്ത് വേറെ ഏത് കളറിൽ വേണമെങ്കിലും ആക്കി എടുക്കാൻ പറ്റുന്ന ദുപ്പട്ടാസാണ്. ക്രോഷ്യോ വർക്കാണ് ഇത് ഇതിൽ ചെയ്തേക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇത്. പക്ഷേ ഭയങ്കര നല്ല ക്ലാസി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 850 ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സെറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് മീൻസ് ഇത് വൈറ്റ് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സെറ്റിന് ദുപ്പട്ട ഇല്ല, നിങ്ങൾക്കത് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഡൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഏത് കളറിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഭയങ്കര സോഫ്റ്റ് ഫിനിഷ്, ഭയങ്കര ക്ലാസ് ചെയ്തപ്പെട്ട ചേർച്ചിലൊക്കെ ഇടാനൊക്കെ ഇനിയിപ്പോൾ വേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കൂടെ ഒക്കെ ഇടാനും നല്ലതാണ്. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. 850 ആണ് റേഞ്ച് വരുന്നത്. ഫുൾ ഇതുപോലെ ക്രോഷ്യോ വെച്ചിട്ടുള്ള ഭയങ്കര ക്ലാസ്സിയായി ഒരു ക്രോഷ്യോ ലേസ് വരുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ ഈ ദുപ്പട്ടയും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അതും കൂടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റോർ അറിയാമല്ലോ, ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും, എറണാകുളത്ത് തൃപ്പൂണിത്തുറ ലെസൺ ജംഗ്ഷനിലുമാണ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. യുണീക്ക് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.